സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ആഴ്ചയിൽ ഒരിക്കൽ നടന്നു വരുന്ന വെളിപ്പാട് പുസ്തകത്തെ പഠനത്തെ ആസ്പദമാക്കിയ ബൈബിൾ ടോക്ക് ഷോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ നോട്ടീസ് ഇട്ടപ്പം ടൈറ്റിലിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി. ബൈബിൾ പ്രവചനങ്ങളിലെ ഇറാൻ എന്ന് ഒരു മെയിൻ ടൈറ്റിൽ കൊടുത്തിട്ട് താഴെ വെളിപ്പാട് പുസ്തക പഠനം എന്ന് തന്നെ കൊടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ആ ടൈറ്റിൽ ചേഞ്ച് കുറച്ച് പേരെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കി. പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ഇറാനിൽ കയറിപ്പോകേണ്ട കാര്യം എന്താണ്? വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം നിൽക്കണം. അത് കളഞ്ഞിട്ട് ഇറാനിൽ പോയി കയറിപ്പോകേണ്ട കാര്യമില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് നിൽക്കുക ചേട്ടാ, ഇപ്പോഴെങ്കിലും ഒന്ന് നിൽക്കുക. ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് കണ്ടപ്പോൾ അത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കോർ ടോപ്പിക്സ് ആയതുകൊണ്ട് ടൈറ്റിൽ ഒരു ചേഞ്ച് വരുത്തിയതാണ്. വെളിപ്പാട് പുസ്തക പഠനം തന്നെയാണിത്. ദർ ഈസ് നോ ചേഞ്ച്. ഈ വെളിപ്പാട് പുസ്തക പഠനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചില ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ആ ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അഥവാ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ പറയുന്നത്. ഇത് ഇൻട്രഡക്ഷൻ ആണെന്ന് ചിന്തിക്കരുത്. കാരണം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ഒരു മൈൻഡ് സെറ്റും ആൻഡ് റിന്യൂഡ് അപ്രോച്ച് ടു ദി ബുക്ക് ഓഫ് റെവലേഷൻ. ബുക്ക് ഓഫ് റെവലേഷനുള്ള ഒരു പുതിയ സമീപനമുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് അവേ ഈ പുസ്തകത്തിനകത്ത് എത്തിയാടുകയായിരുന്നു. നമ്മുടെ ഒരു പാർട്ടിസിപ്പൻ്റ് എന്നെ അതിനകത്ത് വലിച്ചഴിച്ച് കൊണ്ടുവന്നത് കേട്ടോ. അല്ല, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. നമ്മുടെ ഒരു പാർട്ടിസിപ്പൻ്റ്, ഈ പാസ്റ്റർ ജോൺ പോൾ എന്ന് പറഞ്ഞൊരു ദേവദാസൻ, അദ്ദേഹം കയറി ഒരു കടുംപെട്ട ചോദ്യം ചോദിച്ചു. ഈ കടുംപെട്ട ചോദ്യം ചോദിച്ചതിന് ഞാനെന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ പൊന്നു ദേവദാസാന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ പ്രോബ്ലം എനിക്കും ഉണ്ടാകത്തില്ലായിരുന്നു, ഒരു പക്ഷെ നിങ്ങൾക്കും ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനിതിന് കയറി തല വെക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ വരാനുള്ള കാരണം. അപ്പം ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ എടുത്തു ചാടിയത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് യോഹന്നാനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പത്മോസ് ദ്വീപിൽ പറയുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തിങ്സ് ദാറ്റ് ആർ യെറ്റ് ടു ഹാപ്പൻ. മേലാൽ സംഭവിപ്പാനുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിച്ച് എന്ത് പ്രതീക്ഷിച്ചാൽ മതി? ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതാ ഇമ്മീഡിയറ്റ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഫോം ചെയ്യുന്ന ഒരു ധാരണ. വെൽ, ദാറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു റിമൂവ് കംപ്ലീറ്റ്ലി, because that idea is absolutely wrong. അത് മുഴുവൻ തെറ്റാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ. കാരണം യോഹന്നാനോട് എഴുതാൻ പറയുന്നത്, നൗ യു റൈറ്റ് what you saw, what here is now in existence, and what gonna happen in future. ഒന്ന്, നീ കണ്ടത്. രണ്ട്, ഇപ്പോൾ ഉള്ളത്. മൂന്ന്, മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത്. മൂന്ന്. രണ്ട്, ഇപ്പോഴുള്ളത്. മൂന്ന്, മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത്, വാട്ട് യു സോ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദ പാസ്റ്റ്. ഈ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? The entire Bible and its history and the nation of Israel and the nations of the world
and God's hand that worked in the past. Entire Bible, ലോകചരിത്രം, ഇസ്രായേൽ ദേശം, ലോകരാഷ്ട്രങ്ങൾ, ചരിത്രത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ യോഹന്നാന്റെ കാലം വരെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരം, ദൈവപ്രവൃത്തി. അതിനാണ് നീ കണ്ടതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ പാസ്റ്റ്. സെക്കൻഡ് ഈസ് ഇപ്പോഴുള്ളത്. വാട്ട് ഈസ് പ്രസന്റ് ഓർ വാട്ട് ഈസ് എക്സിസ്റ്റന്റ്? What does it mean? The past is not, the present is not an island. It's not an extract, or it is not something different from or disconnected from the past. സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, ഡിസ്കണക്റ്റഡായ ഒരു ദ്വീപല്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ആ സെൻറ്റൻസ് നിങ്ങൾ ഒന്നുകൂടെ ഓർത്തിരുന്നോണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലോ ഈ സെൻറ്റൻസ് ചെയ്തിട്ട് അണ്ടർലൈനും കൊടുത്തുതരാം. ഹൃദയത്തിൽ അണ്ടർലൈൻ ഇടാനും പേനയുടെ ആവശ്യമില്ല, മഷിയുടെ ആവശ്യമില്ല. ഇല്ലേ അനീഷ് സാറേ? എന്ത് ഈസിയാണ്. ഏതാ ഞാനിപ്പോൾ പറഞ്ഞത്? വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഈസ് നോട്ട് ഡിസ്കണക്റ്റഡ് ഫ്രം വാട്ട് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. അതാ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മേലാൽ സംഭവിപ്പാനുള്ളത്. മേലാൽ സംഭവിപ്പാനുള്ളത് എന്നതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ മേലാൽ സംഭവിപ്പാനുള്ളത് എന്നുള്ളത് ഇറിലവൻ്റ് ആണ്. ഇറ്റ് ഹാസ് നോ റിലവൻസ് അറ്റ് ഓൾ. മേലാൽ സംഭവിപ്പാനുള്ളത് എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു റിലവൻസുമില്ല. എങ്ങനെയാണെങ്കിൽ പാസ്റ്റും പ്രസൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ. സോ ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് സ്വിങ്ങിങ് ഫ്രം ദി ഏൻഷ്യൻ പാസ്റ്റ് ടു ദ ഫാർദസ്റ്റ് ഫ്യൂച്ചർ. ഏൻഷ്യൻ മോസ്റ്റ് പാസ്റ്റ് മുതൽ ഫാർദസ്റ്റ് ഫ്യൂച്ചർ വരെ ഇങ്ങനെ സ്വിങ് ചെയ്യുകയാണ്. ഊഞ്ഞാല് പോലെ ആടുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. That is the first thing to understand, to refocus your mind. The second thing I want to tell you, വെളിപ്പാട് പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം എന്ന ഒരു പുസ്തകം പഠിക്കുകയാണെന്ന് ഒരുപാട് പേരുടെയും ധാരണ. സാർ, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യം പറയണം. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യം പറയണം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള 65 പുസ്തകങ്ങളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അതിനു മുമ്പുള്ള 65 പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം ഇല്ല. അതിന് മുമ്പുള്ള 65 പുസ്തകങ്ങളില്ലെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം, നമുക്ക് അങ്ങനെ പുസ്തകമേ ഇല്ല. That is the second thing to understand. Means through the study of the book of Revelation, we are entering into all the other 65 books of the Bible that came before it. അതിനു മുമ്പ് വന്ന 65 പുസ്തകങ്ങളിലേക്ക് നമ്മൾ കയറി പോവുക. അല്ലാതെ അതുമായിട്ട് ഡിസ്കണക്റ്റഡായി നമുക്കൊരു വെളിപ്പാടമില്ല. That is the second thing to understand. And the third thing to understand, ഇത് നമ്മളുമായിട്ടും നമ്മളുടെ ലോകവുമായിട്ടും നമ്മളുടെ കാലഘട്ടവുമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത, എങ്ങാണ്ടോ മുമ്പെങ്ങാണ്ട് നടന്നതും ഇപ്പം എവിടെയോ നടക്കുമെന്ന് പറയുന്നത്, അല്ലേ നടക്കുന്നില്ലായിരിക്കും, ഇനി എങ്ങാനും നടക്കാൻ പോകുന്നതായ കുറേ കാര്യങ്ങൾ ഒരു യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു. ഇത് വായിച്ചിട്ട് ഒരു കുന്തോട്ടും മനസ്സിലാകുന്നുമില്ല. 5-8 പ്രാവശ്യം വായിച്ചു നോക്കി, ഒരു പിടി കിട്ടിയില്ല. എന്നാൽ പിന്നെ വല്ല 23-ാം സങ്കീർത്തനമെല്ലാം വായിച്ചിട്ട് അപ്പോഴൊരു തൃപ്തി വരുന്നില്ലെങ്കിൽ 91-ാം സങ്കീർത്തനം വായിച്ച് സാത്താനെ ഫൽസിച്ച് അത് തുറന്നെടുത്ത് അലവണ കീഴിൽ വെച്ചിട്ട്, കാര്യം സാത്താൻ അഥവാ രാത്രി വരുമ്പം 91-ാം സങ്കീർത്തനം തുറന്നിരിക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാടിപ്പോക്കോളുമല്ലോ, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇതായിരിക്കും നമ്മുടെ ബൈബിൾ റീഡിങ്. സോ ലെറ്റ് us come back. അങ്ങനെയല്ല.
നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മൾ ദിവസങ്ങളിൽ നമ്മുടെ ടൈറ്റിൽസ് എല്ലാം ഭൂമിയുടെ ന്യായവിധി എന്നുള്ളതായിരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഭൂമിയുടെ ന്യായവിധി എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞിട്ട് അത് ഓരോന്ന് പറഞ്ഞ് 7-ാം അധ്യായത്തിൽ വന്നു. 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേക്ക് ഈ പറയുന്ന കാര്യം റിലവൻസ് ഉണ്ടല്ലോ, ഈ പറയുന്ന കാര്യങ്ങളുടെ റിലവൻസ്. അങ്ങനെ ഞാൻ പറയുമ്പം പെട്ടെന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൊരു ധാരണ, ഭൂമിയുടെ ന്യായവിധി ഇനി എന്തെങ്കിലും നടക്കാനുള്ളതല്ലയോ? It is not something that happened today that I should be bothered about it. ഇപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ ഞാനിത് തന്നെ പഠിക്കുന്നത്. അങ്ങനെയല്ല. ഭൂമിയുടെ ന്യായവിധി എന്നുള്ളത് അതിനും ഈ 3 ടെൻസസിലാണ് നമ്മളത് പഠിക്കേണ്ടത്. ആലോചിച്ച് നോക്കിയേ, പുരാതന ലോകത്തെ ദൈവം ന്യായം വിധിച്ചു, അത് ഏഞ്ചലിക് വേൾഡിനെയാണ്. 2, ആഡമിക് വേൾഡിനെ ദൈവം ന്യായം വിധിച്ചു, നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം കൊണ്ട്. അതിനുശേഷം ഭൂമി ഖണ്ഡം ഖണ്ഡമായി പിരിഞ്ഞു പോയ ശേഷം പാപം പെരുകുന്നിടത്തൊക്കെ കഠിനമായ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഹാപ്പനിങ് ഈവൻ ടുഡേ. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിൽ മാത്രമായിട്ട് ദൈവം മാറ്റി വച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. But that is something happening that has already happened in the past, happening in the present, and is going to happen in the future. അങ്ങനെയാണ് ഭൂമിയുടെ ന്യായവിധിയെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് പറയുന്നത് കറണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ന്യായവിധി എന്ന വിഷയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ഭൂമിയുടെ ന്യായവിധി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, കുറച്ച് മണ്ണിനെ ന്യായം വിധിക്കാൻ മാത്രമല്ല, അതിലെ ദുഷ്ടന്മാരെയും അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെയും. ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുമ്പോൾ യു ക്യാൻ ആസ്ക് മീ വാട്ട് ഈസ് പ്രിസൈസ്ലി ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി എർത്ത്. യെസ്, ദ ഈവിൾ മെൻ ആൻഡ് ദെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ഭൂമിയിലെ ദുഷ്ടന്മാരെയും അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെയും ദൈവം ന്യായം വിധിക്കുന്നതാണ് ഭൂമിയുടെ ന്യായവിധി. It is not something exclusively to happen in the future. It is something to happen all the time. ഈ ഭാവിയിൽ മാത്രം സംഭവിക്കാണ്ടിരിക്കേണ്ടതല്ല, മറിച്ച് എല്ലാ കാലവും സംഭവിക്കുന്നതും ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഇറാൻ എന്ന രാജ്യത്തെ അതിനെ ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങളോട് ബന്ധപ്പെടുത്തുമ്പോൾ ദി ഫോക്കസ്, the importance of Iran in the world history as well as in the biblical history, and also in the prophetic narrations. ബൈബിളിലെ പ്രൊഫറ്റിക്കൽ നറേഷനിലും പ്രൊഫറ്റിക്കൽ ആസ് വെൽ ആസ് പ്രൊഫറ്റിക്, ഈ 2 നറേഷൻസിലും ഇറാൻ്റെ പ്രാധാന്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഷുഡ് വി നോ അബൌട്ട് ഇറ്റ്? or if why should we know about it? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. But I tell you, I can give you only an idea of it, surface of it. ഞാൻ ഈ റീസെൻ്റ് ടൈമിൽ ഈവൻസ് കണ്ടപ്പം ഇത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, എന്നാൽ അതൊന്ന് പഠിപ്പിക്കാമല്ലോന്നുണ്ട്. ഞാൻ അതിൻ്റെ ക്വിക്കായിട്ട് കുറച്ച് റെഫറൻസ് ഒക്കെ ജോട്ട് ചെയ്ത് നോക്കി. റെഫറൻസ് ജോട്ട് ചെയ്തെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഞാൻ ഈ ടൈറ്റിൽ നിന്ന് ഇടേണ്ടായിരുന്നത്. കാരണം ഒരു 3 ദിവസം ഇതിവിടെ ഇങ്ങനെന്ന് പറഞ്ഞാലും ഇത് തീരത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളോട് ഒക്കത്തിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ട്, കാര്യം ഓൾറെഡി നോട്ടീസ് റിലീസ് ചെയ്യുകയും ചെയ്തു. Then I decided I'll give you a grab of it, just a grab. ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. Then we will come back to next week onwards. We will come back to our continuity of the chapter 7 of the book of Revelation. നെക്സ്റ്റ് മുതൽ നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരികയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വരികയും ചെയ്യും. ബൈ ദ വേ, ഐ ആം ഓഡിബിൾ ഇനഫ്? നിങ്ങൾക്ക് കേൾക്കാമോ എന്നെ? ഞാൻ ഒരുപാട് ശബ്ദം കുറച്ചാണ് പറഞ്ഞത്. ശബ്ദം കുറച്ചെന്ന് ഇത്രയും ഇത്രേ ഉള്ളൂ കേട്ടോ.
ഉള്ളതിൻ്റെ മാക്സിമം എടുത്ത് ഈ കാച്ചുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും? ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. നമുക്ക് ആധാരമായിട്ട് ചില വേദഭാഗങ്ങൾ വായിച്ചിട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞിട്ട് ദെൻ റെസ്റ്റ് ഓഫ് മൈ സ്ക്രിബിളിങ്സ് ഐ വിൽ ഗോ ത്രൂ ആൻഡ് വി വിൽ വൈൻഡ് അപ്പ് ടുഡേ. ഓക്കെ, ആദ്യം നമുക്ക് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 11 വേഴ്സസ് 15 to 17. നമുക്കിന്ന് സിസ്റ്റർ ആശ ഇസ് വിത്ത് us. Sumit, you have to unmute sister Asha. I think you can Yes, request Pastor. Asha. Oh, Okay. good. Okay, already unmuted? Yes. Great. Please read, Asha. Revelations chapter 11, 15 to 18. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധി സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, അങ്ങയുടെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിക്കുവാനും അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ അങ്ങയുടെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനും ഉള്ള കാലവും വന്നു. That's fine. Thank you. ഏഴാമത്തെ ദൂതനൂതി. ഞാൻ ആദ്യം പറഞ്ഞു ഓർന്നോണം. ഏഴാമത്തെ മുദ്ര, ഏഴാമത്തെ കാഹളം, ഏഴാമത്തെ കലശം. ഇത് മൂന്നും ഒരുമിച്ചാണ് വരുന്നത്, ലാസ്റ്റിലാണ് വരുന്നത്. ഏഴാമത്തെ ദൂതൻ ഊതുമ്പോൾ a great declaration comes. A great declaration. That is the completion of the demolition of all human establishments on this planet Earth raised against the plan of the Lord God in heaven. മനുഷ്യൻ്റെ സകല എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ദൈവികത പ്രകാരമല്ലാതെ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ മുഴുവൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും തകർന്നു വീഴുന്നതിൻ്റെ കംപ്ലീഷനാണ് നമ്മളവിടെ കാണുന്നത്. That means it is going to be completely demolished. In that case, what is it that we are seeing now? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജാണ് കാണുന്നത്. We are seeing one of the recurring stages of it. ഭൂമിയിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ദൈവവിരോധമായ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് തകർന്നു വീഴുന്നതിൻ്റെ ഒരു സ്റ്റേജ് മാത്രമാണ്, ഒരു റിക്കറിങ് സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുവേണ്ടി ദൈവം എടുത്തിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. Now I want to tell you a general understanding of God's work. കാരണം പലപ്പോഴും ദൈവവചനത്തിനും ദൈവത്തിനുമെതിരായിട്ട് എടുക്കുന്ന ധാരാളം അക്യൂസേഷൻസിൽ ഒരു അക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കരുണയും മനസാക്ഷിയും ദയയും ഇല്ലാത്തൊരു ദൈവമാണ് ഈ പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്ന ദൈവം. അടിയെന്ന് പറഞ്ഞ ഒരു മനസാക്ഷി ഇല്ലാതെ അടി അടിച്ചു കളയും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ഈ കണ്ണുമൂക്കൊന്നുമില്ല. പിള്ളേരെന്നോ പെരുങ്ങണിയെന്നോ ആണെന്നോ പെണ്ണെന്നോ വയസ്സനെന്നോ ചെറുപ്പക്കാരെന്നോ ഒന്നും ഒരു മര്യാദയില്ല. അങ്ങനത്തെ അടിയടിച്ചുകളെ. സോ ഈസ് എ ക്രൂവൽ ഗോഡ്. ഇതാണ് ദൈവത്തിനെതിരായിട്ട് സാത്താൻ കൊണ്ടുവരുന്ന ഒന്നാമത്തെ അക്യൂസേഷൻ. രണ്ടാമത്തെ അക്യൂസേഷൻ, ഇതെല്ലാം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. രണ്ടാമത്തെ അക്യൂസേഷൻ, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഗ്രേറ്റ് പാർഷ്യാലിറ്റി. ദൈവത്തിന് ഭയങ്കര പാർഷ്യാലിറ്റിയാണ്. അബ്രഹാം എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെയും ഇദ്ദേഹത്തിൻ്റെ സന്തതികളായ കുറേ എണ്ണത്തിനെയും സ്വന്തം ജനമായിട്ട് അങ്ങ് തിരഞ്ഞെടുത്തു. സ്വന്തം ജനമാണ്. ബാക്കിയുള്ളവരോ ജാതികൾ, ഗോയിംസ്, അവർ ഹോളി, ബാക്കിയുള്ളവരെല്ലാം അൺഹോളി. അവർ സ്വന്തം ജനം, ബാക്കിയുള്ളവർ പുറജാതിക്കാർ. അവർക്ക് വാഗ്ദത്തങ്ങൾ, നമുക്കോ ഒരു കുന്തവുമില്ല. അവർക്ക് ദൈവം, നമ്മളോ സാത്താൻ്റെ ആൾക്കാർ.
അപ്പം ക്ലിയർ പിക്ചർ ഓഫ് ഡിസ്ക്രിമിനേഷൻ, എ ക്ലിയർ പിക്ചർ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഇനി ന്യായവിധി. ദൈവം തൻ്റെ ജനമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കുറേ എണ്ണത്തിലൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പെന്തക്കോസുകാർ, ക്രിസ്ത്യാനികളെന്ന് ജനറൽ പറയുമെങ്കിലും അതിനിടയിൽ കൂടെ തിരഞ്ഞെടുത്തൊരു കൂട്ടരാണ് പെന്തക്കോസുകാർ. ഒരു മനുഷ്യനും അറിയാതെ, കേട്ടോ KT ജോസഫ് പാസ്റ്ററെ, പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യനും അറിയാതെ രഹസ്യത്തിൽ വന്ന് കാഹളം ധ്വനിപ്പിച്ച് ഇതുങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് ബാക്കിയുള്ള നമ്മളെ ഇവിടുത്തെ അടിച്ച് കൊല്ലുക. ഇത് ഡിസ്ക്രിമിനേഷൻ ആണോ? ആലോചിച്ച് നോക്കി. ഇവരെ കുറയേണ്ടത് ഇതുങ്ങൾ മാത്രം ഇരുന്ന് അന്യഭാഷ പറയും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, ഇവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്ത് ഇത് പിള്ളേരെല്ലാം അമേരിക്കയിൽ വിടും, ഇംഗ്ലണ്ടിൽ വിടും, എല്ലായിടത്തും വിടും, ഒരു ഇഷ്ടം പോലെ പൈസയും കൊടുക്കും. എന്നിട്ട് അവസാനം കാഹളം ധ്വനിപ്പിച്ച് ഇവരെ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. ഈ ബാക്കി നമ്മളെയൊക്കെയോ ഇവിടെ ഇട്ട് കരുണയില്ലാത്ത തല്ലുക, ഒരു മര്യാദയില്ലാത്ത, ഒരു കരുണയില്ലാത്ത അടിയട്ടിക്കുക. ഇതെന്തോ ദൈവമാ? ഇതെല്ലാം ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരായിട്ടുള്ള അക്യുസേഷൻസ് ആണ്, നമ്മുടെ ദൈവത്തിനെതിരായിട്ടുള്ള അക്യുസേഷൻസ് ആണ്. ഇനി നമ്മൾ ഇത് തന്നെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുന്നതും നമ്മുടെ ഈ 7-ാം അധ്യായം മുതലുള്ള ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലെങ്ങാണം ഞാനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നല്ലോ, ഇങ്ങനെങ്ങാണം നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിപ്പോയി എങ്കിൽ, ഈവൻ എ ഫാർ തോട്ട് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയെങ്കിൽ, പെട്ടെന്ന് കർത്താവെ അതെൻ്റെ ഇഗ്നറൻസ് കൊണ്ട് സംഭവിച്ചു പോയതാ. ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ ഇഗ്നറൻസ്, ഫർഗിവ് മീ ഫോർ മൈ ഇഗ്നറൻസ്. എൻ്റെ അറിവുകേടിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാര്യം അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഗോഡ് ഹാസ് നോ ഡിസ്ക്രിമിനേഷൻ. ഗോഡ് ഹാസ് നോ ഡിസ്ക്രിമിനേഷൻ. ദൈവം ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡിൽ ആരോടെങ്കിലും പെരുമാറിയെങ്കിൽ, even if he is the worst sinner under the sky, he must be the worst sinner under the sky. ഭൂമിയിലെ ഏറ്റവും വലിയ പാപിയാണ്, ദുഷ്ടനവനെന്നിരിക്കട്ടെ, ദൈവം അവനോട് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് പെരുമാറിയെങ്കിൽ ദൈവത്തിന് അവനെ ന്യായം വിധിക്കുവാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ദൈവം നീതിമാൻ എന്ന ദൈവത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. സോ ദ ഫസ്റ്റ് തിങ്, ദൈവം ഡിസ്ക്രിമിനേറ്ററി അല്ല. And the second thing I want to tell you, God's dealings with human beings. There are two types of human beings. One who are ready to listen to God, other who are not ready to listen to God. One is obedient to God, other is rebellious to God. One chooses God, other rejects God. ഈ രണ്ടു കൂട്ടം ആൾക്കാരുണ്ട്. ദൈവത്തെ ശ്രദ്ധിക്കുന്നവരും ശ്രദ്ധിക്കാത്തവരും, അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും, ദൈവത്തെ സ്വീകരിക്കുന്നവരും തള്ളിക്കറയുന്നവരും. ഈ രണ്ടു കൂട്ടം ആൾക്കാരുണ്ട്. ഈ രണ്ടു കൂട്ടം ആൾക്കാരിൽ ദൈവത്തെ സ്വീകരിക്കുന്നവരും അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരായ ആളുകളോട് ദൈവത്തിൻ്റെ ഡീലിങ്സ് എത്രയുമാണോ അതിൽ ഒട്ടും കുറവല്ല. ദൈവത്തെ അറിയാനും കണ്ടുമുട്ടാനും സ്വീകരിക്കാനും അനുസരിക്കുന്നതിനും പിൻഗമിക്കുന്നതിനും മറ്റുള്ള ആളുകൾക്ക് ദൈവം നൽകുന്ന ചാൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ യഹൂദന് ദൈവത്തെ അറിയുന്നതിന് എത്ര അവസരമുണ്ട്, അതിൽ ഒരവസരമെങ്കിലും നോൺ ജ്യൂസിന് കുറവാണ് എന്നിരിക്കട്ടെ. അവർക്ക് ദൈവത്തോട് പറയാൻ കഴിയും, ആ യഹൂദൻ അങ്ങയെ സേവിക്കാൻ കാരണം അവർക്ക് അങ്ങയെ അനുസരിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു. അങ്ങനെ അവസരം ഞങ്ങൾക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ അനുസരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന്. ഇനി ഞാൻ നമ്മുടെ ഇന്നത്തെ പഠനത്തിന് ആധാരമായ ഒരു റെഫറൻസ് വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. Am I right, Asha? Yes, Pastor. Yes, വായിച്ചാട്ടെ.
ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം. ഒന്നുകൂടെ വായിച്ചേ. ഷേമിന്റെ പുത്രന്മാർ ഏലാം, മതി മതി. അശൂർ. അപ്പൊ ആരുടെ പുത്രന്മാരുടെ കാര്യമാണ്? ഷേം. ഷേമിന്റെ പുത്രന്മാർ. അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ്, പിന്നെ ഇസ്രായേൽ ഉണ്ടാകുന്നത്, അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ്, ജലപ്രളയത്തിന് ശേഷം നോഹയ്ക്കുണ്ടായിരുന്ന 3 പുത്രന്മാരിൽ ഒന്നാമത്തെ പുത്രനാണ് ഷേം. ഈ ഷേം അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ബിക്കോസ് ഹി വാസ് എ മാൻ ഓഫ് സ്പെഷ്യൽ ക്യാരക്ടർ. വളരെ സ്പെഷ്യലായ ക്യാരക്ടറുള്ള മനുഷ്യനായിരുന്നു ഷേം. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് ലഭിച്ച മക്കളിൽ ഒരാളായിരുന്നു ഏലാം. സോ ഏലാം എന്ന വേർഡ് ശ്രദ്ധിച്ചാണ്. ഏലാം, ദാറ്റ്സ് അവർ മെയിൻ ഫോക്കസ് ടുഡേ. ഏലാം എന്ന വേർഡാണ് നമ്മുടെ ഫോക്കസ്. ഏലാം വാസ് എ മാൻ ഓഫ് കമ്മിങ് ഫ്രം എ ബ്ലെസ്ഡ് ഒറിജിൻ. ഒരു ശപിക്കപ്പെട്ടവനല്ലായിരുന്നു. ഈ ഏലാം, he increased. He became so powerful, maybe because of the blessing of his father. തൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലാതെ വേറെ റീസൺ ഞാൻ കാണുന്നില്ല. He was extremely blessed. Extremely blessed ആയതുകൊണ്ട് he was, or his descendants were able to establish the first empire on the planet Earth, and that too in one of the best lands on the earth. ഭൂമിയുടെ ഏറ്റവും നല്ല ഭൂപ്രദേശത്ത് ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രബലമായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു. What was the name of that empire? The name of the empire was the Assyrian Empire. Was Assyrian Empire. Assyrian Empireന്റെ മെയിൻ പാർട്ട് നമുക്ക് പറയാം. കാരണം അസേറിയൻ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് ഒരുപാടങ്ങ് പോയി, ഒരുപാടങ്ങ് വ്യാപിച്ചു പോയി അസേറിയൻ എംപയർ. അസേറിയൻ എംപയറിൻ്റെ മെയിൻ പാർട്ടായിരുന്നു ലേറ്റർ ഓൺ നമ്മൾ കാണുന്ന ബാബിലോൺ എന്ന് പറയുന്നത്. So Babylon empire of Babylon became so massively huge. ഈ massively huge ആയതുകൊണ്ട്, look what happened. 2 influences came on them. 2 equal influences came on them. 2 സാമ്രാജ്യങ്ങൾ, 2 ഭരണകൂടങ്ങൾ, 2 ഹെഡ്ക്വാർട്ടേഴ്സ്, 2 അഡ്മിനിസ്ട്രേഷൻസ് ഈ പ്ലാനറ്റ് എർത്തിന് മുകളിലിരുന്ന് ഈ പ്ലാനറ്റ് എർത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. ദിസ് പ്ലാനറ്റ് എർത്ത് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ 2 empires or the 2 administrations, 2 governments over and above it. ഏതൊക്കെയാണ് 2 ഭരണകൂടങ്ങൾ? ഒന്ന് ഇരുട്ടിൻ്റെ സാമ്രാജ്യം, മറ്റൊന്ന് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം. ഒന്ന് ദൈവത്തിൻ്റെ രാജ്യം, മറ്റൊന്ന് സാത്താൻ്റെ രാജ്യം. ഒന്ന് ഗോഡ് ഈസ് ദ കിങ്, 2 ഡെവിൾ ഈസ് ദ കിങ്. These 2 are above the planet earth. ഈ പ്ലാനറ്റ് എർത്തിൻ്റെ മുകളിൽ ഇവർ 2 പേരും, അവരുടെ 2 പേരുടെ ഇൻഫ്ലുവൻസ് ഒരുപോലെ ഈ ഭൂമിയിൽ വരുന്നുണ്ട്. Now the question, what do you want to choose? What do you want to choose? So what happens? ഏലാമിൻ്റെ മക്കൾ പ്രബലരായി വലിയ സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ they decided to choose the influence of the powers of darkness instead of choosing the powers of light. വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനത്തെക്കാൾ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനത്തെ തിരഞ്ഞെടുക്കുന്നതിന് അവർ തീരുമാനിച്ചു. ദാറ്റ് വാസ് ദെയർ ചോയ്സ്. അവർ തീരുമാനിച്ചതുകൊണ്ട് എന്തു സംഭവിച്ചു? ഗോഡ് ഹാഡ് ടു സെൻഡ് ഡിസ്പെർഷൻ അപ്പോൺ ദം. ദൈവത്തിന് അവരുടെ മേൽ ഛിദ്രം അയക്കേണ്ടി വരും. ദാറ്റ് മീൻസ് അവരുടെ പണികൾ പ്രോസ്പെർ ചെയ്യാൻ ദൈവം സംഭവിച്ചില്ല. ഇതാണ് ബാബിലോണിൻ്റെ തകർച്ചയുടെ ഒന്നാമത്തെ പോയിന്റ്. So these people, later on, they got a new name. That new name is what is called Persia. പേർഷ്യ എന്ന പുതിയ രാജ്യം ഉണ്ടായി, പുതിയ പേരുണ്ടായി. പേർഷ്യൻ സാമ്രാജ്യത്തോളം
പഴക്കമുള്ളതും അത്രത്തോളം ആൻറ്റീക്വിറ്റി ഉള്ളതും അത്രത്തോളം വെൽത്ത് ഉള്ളതും അത്രത്തോളം മൈറ്റുള്ളതും അത്ര സ്വാധീനമുള്ളതും അത്രയും ജിയോഗ്രാഫിക്കൽ റീജിയൻ കവർ ചെയ്തതുമായ ഒരു സാമ്രാജ്യം പിന്നെ ലോകത്ത് ഉണ്ടായിട്ട് ഇല്ല. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ വലിയ ബിംബത്തെ പറ്റിയുള്ള ദർശനത്തിൽ തനി തങ്കം കൊണ്ടുള്ള തല കാണിച്ചിട്ട് അത് ബാബിലോൺ സാമ്രാജ്യമാണെന്ന് പറയുന്നത്. സോ ബാബിലോൺ, when God looked up from heaven downwards, he found that Babylon, എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തത്? ദൈവത്തിൻ്റെ ദാസനായ നോഹയുടെ കൊച്ചുമോനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഈ വലിയ മഹാശക്തി ഇപ്പോൾ ആരുടെ സ്വാധീനത്തിൻ്റെ കീഴിലാണ്? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഡെവിൾ. ഡെവിളിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ കീഴിലായതുകൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ കഥ. അതുകൊണ്ട് ദൈവം എന്താ അറിയാമോ? ഗോഡ് ഡിസൈഡഡ് ടു ഇൻറ്റർഫിയർ ഇൻ ടു ദെയർ ലൈഫ്. ഗോഡ് ഡിസൈഡഡ് ടു ഇൻറ്റർഫിയർ ഇൻ ടു ദെയർ ലൈഫ്. അപ്പം നോക്കണേ, ഒരു പ്രദേശം മുഴുവനും ഒരു പകർച്ചവ്യാധിയാൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഒരു മെഡിക്കൽ ടീമിനെ അങ്ങോട്ട് അയക്കും. എന്തിനും മെഡിക്കൽ ടീമിനെ അങ്ങോട്ട് അയക്കുന്നത്? ഒരു സൈഡിൽ പോയി കഞ്ഞിയും കുടിച്ചുകൊണ്ടിരിക്കാനാണോ? ശമ്പളമൊക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ നിങ്ങളോട്ടൊന്നും അടുക്കത്തില്ല, പകർച്ചവ്യാധിയാണ്, ഞങ്ങളിവിടെ വന്ന് കഞ്ഞി കുടിച്ചിരിക്കാനെന്ന് പറഞ്ഞാണോ? അല്ല. They go into every nook and corner of the life of the people to interfere and to treat. ഇതുപോലെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളും കൽപ്പനകളും മുഴുവൻ ഏൽപ്പിച്ചിരുന്ന തൻ്റെ സ്വന്തം ജനമെന്ന് താൻ പേരെടുത്ത് പറഞ്ഞ ഇസ്രയേലിനെ ദൈവം എവിടേക്ക് അയച്ചു? ടു ദ വെരി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബാബിലോൺ. ബാബിലോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അയച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമാണ് അയച്ചത്. ദ എൻറ്റയർ കിങ്ഡം, എംപയർ ഓഫ് ബാബിലോൺ, ദേ ഗോട്ട് സ്കാറ്റേർഡ് ദ നേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേൽ മക്കളെ ബാബിലോൺ മുഴുവൻ, സാമ്രാജ്യം മുഴുവൻ ദൈവം സ്കാറ്റർ ചെയ്തു. എന്തിനാണ് ദൈവം അവരവിടെ മുഴുവൻ സ്കാറ്റർ ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഒന്ന്, അവർ പോയിടത്തൊക്കെ സിനഗോഗ് തുടങ്ങി. സിനഗോഗ് തുടങ്ങിയുകൊണ്ട് ബാബിലോണിയൻസിന് ഏകദൈവ സത്യ ആരാധന മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്പർ 2, ശൂഷൻ രാജധാനി മുഴുവൻ യഹൂദന്മാരായ സ്കോളേഴ്സിനെ കൊണ്ട് നിറച്ചു. ജൂവിഷ് സ്കോളേഴ്സ്, മന്ത്രിമാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സും ടോപ്പ് ഗവൺമെൻറ് ഓഫീസേഴ്സ് മുഴുവൻ ഇസ്രായേൽ മക്കളാണ്. ആരെ പോലെ? ദാനിയേലിനെ പോലെ. സോ വാട്ട് ഹാപ്പൻസ്? ഇസ്രയേലിൻ്റെ ദൈവം എന്ന ഒരു ഏക സത്യ ദൈവമുണ്ടെന്ന് നെബൂഖദ്നേസറിന് ദൈവം അസന്നിഗ്ധമായിട്ട് തെളിയിച്ചു കൊടുത്തു. എങ്ങനെ? തൻ്റെ ദർശനത്തിൻ്റെ അർത്ഥം ദാനിയേലിനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട്. അത് കഴിഞ്ഞപ്പം എന്തെന്നറിയാമോ? ഷാദ്രക്, മേശക്, അബേദ്നെഗോവിനെ തീയിൽ നിന്ന് വലിച്ചെടുത്തിട്ടേ നെബൂഖദ്നേസർ കത്തെഴുതി. തൻ്റെ സാമ്രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഈ കത്തെത്തിച്ചു. ഏത് വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി? ദാനിയേലിൻ്റെ ദൈവം, ഇസ്രയേലിൻ്റെ ദൈവം എന്നൊരു ദൈവം ഉണ്ട് എന്ന ന്യൂസ് എത്തിക്കുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞൊരു ദാര്യാവേശ് രാജാവ് വരുന്ന കാര്യം നിങ്ങൾക്കറിയാം. ദാര്യാവേശ് രാജാവ് എന്താ ചെയ്തതാ? ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു, അല്ലേ? ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ജീവനോടെ പുറത്തെടുത്ത ദാര്യാവേശ് രാജാവ് എന്താ ചെയ്തതാ? ഇതേ പരിപാടി ചെയ്ത് കത്തെഴുതി ലോകം മുഴുവൻ കത്തയച്ചു. എന്ത് കത്ത് അറിയിച്ചു? ഇസ്രയേലിന്റെ ദൈവം എന്നൊരു ദൈവമുണ്ട്. ഈസ് ദ റിയൽ ഗോഡ്, ഓൺലി വൺ ഗോഡ്, സെർവ് ഹിം ആൻഡ് ഹിം ഓൺലി. സെർവ് ഹിം ആൻഡ് ഹിം ഓൺലി. ആ ദൈവത്തെ മാത്രം വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞു. ഇനിയും ചില വർഷങ്ങളുടെ കഴിഞ്ഞിട്ട് ബെൽസസർ എന്ന് പറഞ്ഞ രാജാവിനെ ഒരൊറ്റ രാത്രി കൊണ്ട് നിഷ്കാസനം ചെയ്യിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു പുതിയ രാജാവിനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് സൈറസ്. കോരേശ് രാജാവോ ഡിക്ലറേഷൻ അയച്ചു, there is only one real God.
ദാറ്റ് ഈസ് ദ ഗോഡ് ഓഫ് ഇസ്രയേൽ. ഇങ്ങനെ ആ സാമ്രാജ്യത്തിന് ഇസ്രയേലിൻ്റെ ദൈവത്തെയും ഏകസത്യ ദൈവത്തെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചാൻസസ് വേണം, അത് മുഴുവനും ദൈവം അവർക്ക് കൊടുത്തു. And the next thing you must understand, whenever Israel was in crisis, Israel could be annihilated. Israel could be wiped out of the surface of the earth. ഭൂമിയുടെ സർഫസിൽ നിന്ന് ഇസ്രയേലിനെ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. അങ്ങോട്ട് പോയി ഇപ്പം തന്നെ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞ് സാർ ഇതുവരെ ബൈബിളിനകത്തോട്ട് കയറിയില്ല. ഞാൻ ബൈബിളിനകത്താണ് നിൽക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഞാൻ ഇതുവരെ ബൈബിളിനകത്തോട്ട് കയറിയില്ലെന്ന്. ഓക്കെ, ആ സമയത്തൊക്കെ ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം ആരുടെ കയ്യിലെ ഇസ്രയേലിനെ ഏൽപ്പിച്ചെന്നറിയാമോ? ദൈവം ഇസ്രയേലിനെ ഏൽപ്പിച്ചത് ഈ പറയുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കയ്യിലാണ്. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത്. ആൻഡ് സെക്കൻഡ് തിങ്, ഒരിക്കൽ പൊളിച്ചു കളഞ്ഞ രണ്ടാം യെരൂശലേം ദേവാലയം, ഒന്നാം യെരൂശലേം പൊളിച്ചു, രണ്ടാമത് യെരൂശലേം ദേവാലയം പണിയുന്നതിനുള്ള മുഴുവൻ റിസോഴ്സസും ദൈവം എവിടുന്നാ കൊടുത്തയച്ചത്? ഇതേ ബാബിലോൺ സാമ്രാജ്യത്തിൽ നിന്നാണ് കൊടുത്തയച്ചത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ദൈവം എന്ന ഏകസത്യ ദൈവത്തെ അറിയുന്നതിന് യഹൂദന്മാർക്ക് ദൈവം എത്ര അവസരം കൊടുത്തിരുന്നോ അതിലൊട്ടും കുറവല്ലാതെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും, ദൈവത്തിൻ്റെ പ്രവൃത്തികളും വിശുദ്ധ തോറയുടെ വായനയും പ്രഘോഷണവും, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവമക്കൾക്ക് ആഗ്രഹിക്കുന്ന ജീവിത രീതിയും ഏറ്റവും അധികം ദൈവം പ്രകടമാക്കി കൊടുത്തിരുന്നു. ആർക്ക്? ബാബിലോണിയൻസിന്. അവരുടെ ഒറിജിനൽ നെയിം ഏലാം എന്നാണ്. ഓർത്തണം, ഏലാം. However, listen to me, much later in history, 6th century AD ആയപ്പോഴേക്ക് ഇസ്രയേലിൻ്റെ ദൈവത്തിന് വിരോധമായി ഞാൻ ഈ പറഞ്ഞ അതർ പ്ലാനറ്റിൽ നിന്ന്, അതർ പ്ലേസിൽ നിന്ന് ഡിമോണിക് ഇൻഫ്ലുവൻസിൽ വേറൊരു റിലിജിയൻ ഉണ്ടായി. ആ വേറൊരു റിലിജിയൻ ഉണ്ടായപ്പോൾ ഈ റിലിജിയൻ ഇസ്രയേലിൻ്റെ ദൈവത്തിനെതിരാണെന്നും യഹൂദനെ കൊന്നുകളയെന്ന് എഴുതി വച്ചിരിക്കുന്ന പ്രമാണം അനുസരിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അവർ എന്നും മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രയേലിൻ്റെ ദൈവത്തിനെതിരായി തിരിയത്തക്കവണ്ണം Babylonians, Persians, Elam, they sold themselves to the devil. അവരെ തന്നെ സാത്താന് വിറ്റുകളഞ്ഞു. അവരെ തന്നെ സാത്താന് വിറ്റുകളയുമെന്ന് അതിനെത്രയോ മുമ്പ് അറിയാമായിരുന്ന സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുസ്തകത്തിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു, ആർക്കെന്ത് സംഭവിക്കുന്നു, ഏലാമിന് എന്ത് സംഭവിക്കുമെന്ന് എഴുതി വെച്ചു. തൻ്റെ പുസ്തകത്തിൽ ഏലാമിന് എന്ത് സംഭവിക്കുമെന്ന് സ്വർഗസ്ഥനായ ദൈവം എഴുതി വെച്ച പ്രവചനങ്ങൾ മുഴുവനും എടുത്ത് വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിൽ ഓരോന്ന് ഇന്ന് എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഈ ടോക്ക് ഷോ കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കി ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമെങ്കിലും നിങ്ങൾ വളരെ ഉറങ്ങി ഇരിക്കുന്നതുകൊണ്ട് എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഴിയുന്നിടത്തോളം കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ബാക്കി കാര്യങ്ങൾ ബൈബിളുണ്ടെന്നുള്ളത് കൊണ്ട് ആശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോണം. അടുത്ത ആഴ്ച എൻ്റെ ബാക്കി പറയണമെന്നൊന്നും പറഞ്ഞു കളയരുത്. കാരണം ഇത്തരം പറയാനുള്ള കപ്പാസിറ്റി തന്നെ എനിക്ക് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വന്നിട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കണം. ആശ, യു ആർ റെഡി?
യെസ് പാസ്റ്റർ. നമ്മൾ യെരമ്യ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിൻ്റെ 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ആശ ഹൈ സ്പീഡിലൊന്നും ഇട്ട് കളയരുത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ പോയച്ചാൽ മതി. ആശയുടെ ഹൈ സ്പീഡിൽ കയറി കഴിഞ്ഞ് ഇവർക്കാർക്കൊന്നും ഓക്കെ മനസ്സിലാകത്തില്ല. ഓക്കെ. ഓക്കെ. യഹൂദ രാജാവായ സിദക്കിയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലാമിനെ കുറിച്ച് യെരമ്യ പ്രവാചകൻ ഉണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം. ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. യെസ്. ഏലാമിനെ കുറിച്ച് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ആരാണ് ഏലാം? ഏലാം എന്ന് പറയുന്നത് നോഹയുടെ കൊച്ചുമോൻ. തന്നിൽ നിന്നുണ്ടായ വലിയ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന് പിന്നീട് ബാബിലോൺ സാമ്രാജ്യമെന്നും, അതിന് പിന്നീട് പേർഷ്യൻ സാമ്രാജ്യമെന്നും, അതിനുശേഷം അതിന് ഇറാൻ എന്നും പേര് വന്നു. ആ ചേഞ്ചസ് ഒന്ന് നോട്ട് ചെയ്തേ. അപ്പം ഈ ഏലാം 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 എന്ന് വിശുദ്ധ പഴയ നിയമത്തിൽ വായിക്കുന്നിടത്തൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് കളർ പെന്നുകൊണ്ട് ഇറാൻ എന്ന് എഴുതിക്കോണം. ഇറാൻ എന്ന് എഴുതിക്കോണം. ഇന്ന് നമ്മൾ കാണുന്ന ഇത് ഇറാൻ. അപ്പോൾ ഇറാനെ പറ്റി ആർക്ക്? യിരെമ്യാ പ്രവാചകന് ദർശനമുണ്ടായി. ദർശനമുണ്ടായി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ. ഒന്നുകൂടെ വായിച്ചിട്ട് മോളെ ആദ്യം മുതൽ. യഹൂദ രാജാവായ സിദക്കിയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലാമിനെ കുറിച്ച് യെരമ്യ പ്രവാചകൻ ഉണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഒന്ന്, ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ. അത്ര സ്പീഡിൽ പോകാതെ ഉള്ള പെട്രോൾ എല്ലാം അടിച്ചുകൊണ്ട് കയറിയുള്ള കുഴപ്പമാണിത്. ഒന്ന് ചവിട്ടി വിട്ട് പതുക്കെ ചവിട്ടി പോകും. ഓക്കെ. ഞാൻ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഞാൻ അവരുടെ വില്ല് ഒടിച്ചു കളയും. ശ്രദ്ധിച്ചോണം, അണ്ടർലൈൻ ചെയ്തോണം, വേണം എഴുതിയിട്ടോണം. ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ബാക്കി ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. 2, 3. ഏലാമിന്റെ. വെയിറ്റ്. ഞാൻ ആകാശത്തിന്റെ 4 ദിക്കുകളിൽ നിന്നും കാറ്റ് വരുത്തും. 4 കാറ്റ് വരുത്തി. കാറ്റ് എന്നിട്ട് എന്തറിയാമോ? 4 ദിക്കുകളിലേക്ക് വരെ ചിഹ്നിച്ചു കളയും. ബാക്കി. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കത്തില്ല. അടുത്തത്. ഞാൻ ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ, അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കും. അടുത്തത്. ഞാൻ അവർക്ക് അനർത്ഥം എന്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവർക്ക് അനർത്ഥം എന്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാൾ അയച്ച് അവരെ മുടിച്ചു കളയും. ഞാൻ അവരുടെ പിന്നാലെ വാൾ അയച്ച് അവരെ മുടിച്ചു കളയും. അടുത്തത്. ഞാൻ എന്റെ സിംഹാസനത്തെ ഏലാവിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ എന്റെ അരുളപ്പാട്. സിംഹാസനത്തെ അവിടെ സ്ഥാപിച്ച അവിടെ നിന്ന് രാജാവിനെയും, ആ രാജാവിനെ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാമോ? അണ്ടർലൈൻ ചെയ്തിട്ട് ബൈബിളിൽ എഴുതിയില്ലെന്നുണ്ട്. ബൈബിളിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ആ എഴുതുന്ന എന്താ എഴുതുന്ന അറിയാമോ? അയത്തുള്ള അലി ഖുമേനിയെ. അലി എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എലി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഒരു പുള്ളി പോയി എലിയെ പോലെ മാളം കൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് എലിയെന്ന് പറഞ്ഞ്. ആയത്തുള്ള എലി ഖുമേനിയെയും ബാക്കി രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രഭുക്കന്മാരെയും. മനസ്സിലായോ? അവിടെ ഒരു പെഷസ്കിയാൻ ഇരിപ്പുണ്ട്. പെഷസ്കിയാനെയും കൂട്ടരെയും ഞാൻ എന്തോ ചെയ്യും? നശിപ്പിച്ചു കളയും. അതിപ്പോ ഒരു 2 ആഴ്ചയായിട്ട് ആ സംഭവം തീർന്നു കഴിഞ്ഞു. എങ്ങനെ? അവൻ്റെ മന്ത്രിമാരും അവൻ്റെ
ശാസ്ത്ര അജ്ഞന്മാരും പിന്നെ മന്ത്രിസഭ പിന്നെ സേനാധിപന്മാരും മിലിറ്ററി ഓഫീസേഴ്സും മുഴുവൻ ഞാൻ ഓൾറെഡി കാച്ചിക്കഴിഞ്ഞു. അടുത്തത്, എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റുന്ന യഹോവയുടെ അരുളപ്പാട്. ബാക്കി അധ്യായം കഴിഞ്ഞു. അധ്യായം കഴിഞ്ഞു. ഓക്കെ, ഫാന്റാസ്റ്റിക്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് വി ഗോ ടു എക്സ്പ്ലെയിൻ. അപ്പോൾ എവിടെ മുതലാണ് തുടങ്ങാൻ പോകുന്നത്? തുടങ്ങാൻ പോകുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം കേട്ടോണം. ഒന്നാമത്തെ കാര്യം, ഞാൻ അവൻ്റെ വില്ലൊടിക്കും. എന്തുവാ വില്ലെന്ന് പറഞ്ഞാൽ? അവൻ്റെ അധികാരം, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ ആയുധവർഗം. ഇനിയും വില്ലിൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ പോവാണേ. വില്ല് ഒരു സോഴ്സ് ഓഫ് അറ്റാക്കും അമ്പ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അറ്റാക്കുമാണ്. മനസ്സിലായോ? വില്ല് കയ്യിലിരിക്കുക അല്ലേ, അമ്പാണ് എന്ത് ചെയ്യുന്നത്? എത്രയോ ദൂരത്ത് പോയി ശത്രുവിനെ ആക്രമിക്കുന്നത്. അത്രയും നിങ്ങൾക്ക് മനസ്സിലായി. കാര്യം നിങ്ങൾ പത്രമൊക്കെ പടമൊക്കെ നോക്കുന്നില്ല, വായിക്കത്തൊന്നുമില്ല, പടമൊക്കെ നോക്കുന്നില്ല പത്രത്തിലുള്ള. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. ഈ അമ്പ് എന്തോന്ന് നിങ്ങൾക്ക്, ഈ വില്ലെന്തോന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വില്ലെന്ന് പറയുന്നത് അവൻ്റെ ആറ്റോമിക് എനർജി സെൻറ്റർ. അവൻ്റെ ആറ്റോമിക് എനർജി സെൻറ്റർ. അവിടുന്ന് തൊടുത്തു വിടേണ്ടത് എന്തൊക്കെ തൊടുത്തു വിടേണ്ടത്? ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് 1500 മൈൽ പറന്ന് ഇസ്രയേലിനെ ആക്രമിക്കേണ്ടത്. അവിടുന്ന് തൊടുത്തു വിടേണ്ടത് ആണവായുധങ്ങൾ. എങ്ങോട്ട്? ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുന്നതിന്, പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളെ അമേരിക്കയെ നശിപ്പിക്കുന്നതിന്. ദൈവം പറയാ, ഞാൻ അവൻ്റെ അമ്പ് ഞാൻ ഒടിക്കും. എൻ്റെ അടുത്ത ചോദ്യം, ഒടിഞ്ഞോ? ഒടിച്ചോ? അടുത്ത ചോദ്യം നോക്കേ. There is a shadow that stretches from the ancient mountains of Persia to the headlines of today. പേർഷ്യയുടെ പുരാതന പർവ്വത ശിഖരങ്ങൾ തുടങ്ങി ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് വരെ വ്യാപിച്ചു കിടക്കുന്ന വാർത്തയുടെ സംക്ഷിപ്ത രൂപമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. A prophecy buried deep in the scrolls of Jeremiah, often overlooked, now begins to turn with renewed relevance. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യാപകമായി എഴുതി വച്ചതും നൂറ്റാണ്ടുകളായി മണ്ണിനടിയിൽ കിടന്നതും ആളുകൾക്ക് പൊരുൾ തിരിക്കാൻ കഴിയാതിരുന്നതുമായ പ്രവചനങ്ങൾ ഇന്ന് പൊരുൾ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വായിച്ച ഈ പ്രവചനങ്ങളുടെ നിവർത്തീകരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, സഖരിയാവിൻ്റെ പുസ്തകത്തിൽ, മീഖായുടെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ, ഇത്രയും പുസ്തകങ്ങളിലായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. എലാം, ഏൻഷ്യൻ കിങ്ഡം. എലാം എന്ന് പറയുന്നത് അതിപുരാതന രാജ്യവും ഇറാൻ എ മോഡേൺ നേഷൻ. ഇറാൻ പുത്പറ്റയാണ്. ബട്ട് വാട്ട് ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്പോക്ക് അക്രോസ് ടൈം വാർണിംഗ് ഓഫ് എ ജഡ്ജ്മെന്റ് ദാറ്റ് വുഡ് റൈസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അപ്പോൾ ഏലാമിനെ പറ്റി അതിപുരാതന കാലത്ത് ദൈവം പ്രവചിച്ചതും ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പ്രവചനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? What if this prophecy holds the key to understanding the tension between Israel and Iran? ഈ 49-ന്റെ 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ടെൻഷൻ, അതിനിടയ്ക്ക് അമേരിക്ക വരാനുള്ള കാരണങ്ങൾ, ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിഗൂഢമായ മിസ്റ്റീരിയസ് ആയ പ്രോഫസിയാണ്. I'll break the bow of Elam, the chief of their might. ഓക്കെ, അവൻ്റെ ബലത്തിൻ്റെ
മുഖ്യഭാഗമായ അവൻ്റെ വില്ല് ഞാൻ ഒടിച്ചു കളയും. എ നേഷൻ നോൺ ഫോർ ഇറ്റ്സ് മിസൈൽ പ്രോഗ്രാംസ്, ഇറ്റ് ത്രെറ്റ്സ് എഗൻസ്റ്റ് അയൺ. അതിഭയങ്കരമായ മിസൈൽ പ്രോഗ്രാമിന് ലോകം മുഴുവൻ പ്രസിദ്ധമായ രാജ്യം, സിയോന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ രാജ്യം, ഇറ്റ്സ് അലയൻസ് വിത്ത് ഡാർക്ക് പവേഴ്സ്, ഇരുട്ടിൻ്റെ ശക്തികളുമായിട്ട് അവർക്കുള്ള അലയൻസ്. Could it might be shattered before it strikes? ചോദ്യം ഇതാണ്, അവർ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് ദൈവം അവരെ ചിതറിച്ച് കളയുമോ? Could a war begin not with an explosion, but with the prophetic word fulfilled in the real time? ഇവിടെ ഒരു വാറിൻ്റെ പൊട്ടിത്തെറിക്കലല്ല, മറിച്ച് പ്രോഫസിയുടെ ഫുൾഫിൽമെൻറ്റ്, പ്രവചനങ്ങളുടെ പൂർത്തീകരണം അത് സാധ്യമാക്കുകയാണോ? ഇൻ ദിസ് മെസ്സേജ് വി അൺകവർ ദി ഹിഡൻ ലെയേഴ്സ് ഓഫ് ജെറമയാസ് വിഷൻസ്. ജെറമയായുടെ വിഷൻസിൻ്റെ പറ്റി, അവിടെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവാണ്. ഇവിടെ ദൈവത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, ആധുനിക ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിരലടയാളം എവിടെ? മോഡേൺ വേൾഡിൻ്റെ ജിയോ പൊളിറ്റിക്സിൻ്റെ മേൽ. അപ്പം നമുക്ക് വി എക്സാമിൻ വെദർ ഇസ്രായേൽ, the nation regathered by prophecy, will be the divine instrument of this ancient judgment. പുരാതന കാലത്ത് ദൈവം തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ട ഈ ന്യായവിധിക്ക് വേണ്ടി ദൈവം, ഏലാമിൻ്റെ ന്യായവിധിക്ക് വേണ്ടി ദൈവം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൂട്ടിച്ചേർത്തവരാണോ തൻ്റെ ജനമായ ഇസ്രയേൽ? ആൻഡ് most unsettling of all, could another power, perhaps a superpower from the west, be drawn into Elam's collapse? എലാം എന്ന് പറയുന്ന ഇറാനിൻ്റെ നാശത്തിന് വേണ്ടി ദൈവം പടിഞ്ഞാറ് നിന്ന്, അതായത് യൂറോപ്പിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിൻ്റെയും അത് കഴിഞ്ഞ് അറ്റ്ലാന്റിക് കടലിൻ്റെയും മറുകരയായ അമേരിക്ക എന്ന സൂപ്പർ പവറിനെ ഇവിടെ കൊണ്ടുവരുമെന്ന് വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ടോ? Then disaster will come upon them, I will scatter them to the four winds. യിരെമ്യാ പ്രവചനം 49:36 പറയുന്നത്, വേഗം അവർക്ക് നാശം വരികയും ഞാൻ എന്ത് ചെയ്യും? ആകാശത്തിലെ 4 കാറ്റിലേക്കും അവരെ ചിതറിക്കുകയും ചെയ്യും. ഇനി ഞാൻ പ്രൊഫറ്റിക് ലാംഗ്വേജിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് പറയാൻ പോവാം. പ്രൊഫറ്റിക്കൽ ലാംഗ്വേജിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് മനസ്സിലായില്ലെങ്കിൽ ഇതെന്താ പറയാൻ നമുക്ക് മനസ്സിലാകത്തില്ല. ഒന്നാമത്തെ കാര്യം, 4 കാറ്റുകൾ ലോകത്തിൻ്റെ 4 ഭാഗത്തു നിന്നും 4 കാറ്റുകൾ വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്നാണ്. പ്രവചന പുസ്തകങ്ങളിൽ കാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ന്യായവിധി എന്നാണ്. കാറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ന്യായവിധി എന്നാണ്. 2, പ്രവചന പുസ്തകങ്ങളിൽ നോർത്ത് അല്ലെങ്കിൽ വടക്ക് എന്ന വേർഡിൻ്റെ അർത്ഥം 1, the source of divine blessings and the starting point of eternal judgment. നോർത്ത് എന്ന വേർഡിൻ്റെ അർത്ഥം ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവിടമെന്നും നിത്യ ന്യായവിധി വരുന്ന സ്ഥലമെന്നുമാണ്. ഇത് രണ്ടും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, നൗ we witnessing the unsealing of an ancient word. പുരാതന കാലത്ത് എഴുതി വെച്ച പ്രവചനത്തിന് നിവർത്തീകരണമാണത്. Could the rising tension, the nuclear ambitions and the cries of war echo a blueprint written long ages in God's courtrooms? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്
ദൈവത്തിൻ്റെ കോടതി മുറിയിൽ ഇങ്ങനൊക്കെ സംഭവിക്കണമെന്ന്, ചരിത്രത്തിൽ സംഭവിക്കണമെന്ന് ദൈവം എഴുതി വെച്ച വിധിയുണ്ടല്ലോ, വിധിന്യായം. അതിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളുമാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗെറ്റ് റെഡി. See prophecy like you have never seen it before. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതുവരെയും ചരിത്രത്തിൽ പ്രവചനം നിവൃത്തിയായി കണ്ടിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ ഈ ഞാൻ പറഞ്ഞ ഇത്രയും വാക്യങ്ങളിൽ പ്രവചനം നിവൃത്തിയാകും നമുക്ക് കാണാൻ കഴിയും. What was once a mystery is now coming into light. ഒരു കാലത്ത് നോക്കിക്കോണേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ആളുകൾ, അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 15 വർഷം മുമ്പ്, നൂറ്റാണ്ടുമൊക്കെ പുറമെ കുറെ കൂടി പോയില്ല, ഒരു 15 വർഷം മുമ്പ് ഈ ഭാഗം വായിച്ചവർക്ക് ഒന്നും മനസ്സിലായി കാണത്തില്ല. എന്തോ നേരം അവൻ്റെ അവൻ വില്ലൊടിക്കുന്നത് നമുക്ക് തന്നെ ഒടിഞ്ഞു പോട്ടെന്നേ. നമ്മളുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടെന്ന് ഈവൻ 15 years ago ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. ഓക്കെ, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹിസ്റ്ററി ലെസൺ, ദിസ് ഈസ് എ ഡിവൈൻ അലേർട്ട്. ഞാനീ പറയുന്നത് ഹിസ്റ്ററി ലെസൺ അല്ല, ചരിത്രം പഠിപ്പിക്കാനല്ല. ഞാൻ ചരിത്രം പഠിപ്പിക്കാമെന്നുണ്ട് പലരും ഉറങ്ങാൻ തയ്യാറാകുന്ന എനിക്കറിയാം. കാര്യം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ പിള്ളേർക്ക് ചരിത്രം ഇഷ്ടമല്ല, കണക്ക് സാറിനെ പ്രാകുകയും ചെയ്യും. സോ ഇത് ഡിവൈൻ അലേർട്ടാണ്, ദൈവം തരുന്ന അലേർട്ടാണ് ഞാനിവിടെ പറയുന്നത്. വാച്ച് കെയർഫുള്ളി ബിക്കോസ് ദ ബോ ഓഫ് എലാം ഈസ് ട്രെംബ്ലിംഗ് ആൻഡ് ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ. ഏലാമിൻ്റെ വില്ല് വിറയ്ക്കുക. ഇറാൻ്റെ വില്ല് വിറച്ചുകൊണ്ടിരിക്കുക. വില്ലിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എന്തല്ലേ, കയ്യിലിരിക്കുന്ന വില്ല് വിറയ്ക്കുക. എന്താ വില്ല് വിറയ്ക്കാൻ കാര്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ കരവ് ഏതാണ്ട് അതിൻ്റെ അടുത്തെത്താറായി. ഇൻ ദ ലാറ്റർ ഡേയ്സ് ഐ വിൽ ബ്രിങ് ബാക്ക് ദ ക്യാപ്റ്റീവ്സ് ഓഫ് എലാം. ജെറമയ 49:39. ഇത്രയുമാണ് നമ്മൾ ഈ ഹോൾ ഗ്യാമ്പറ്റിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എൻ്റെ കഥ, എൻ്റെ വർക്ക് കുറെ കൂടെ എളുപ്പമാകും. ഒന്ന് ദൈവം തകർക്കുന്ന ഏലാമിൻ്റെ പവർ, എങ്ങനെ തകർക്കാൻ പോകുന്നത്. 2 ദൈവം സ്കാറ്റർ ചെയ്യുന്ന ഏലാമിൻ്റെ ജനം. 3 ദൈവം റീഗാദർ ചെയ്യുന്ന ഏലാമിലെ ആളുകൾ. 4 ദൈവം അസിമിലേറ്റ് ചെയ്യുന്ന ഏലാമ്യർ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ദൈവം അസിമിലേറ്റ് ചെയ്യുന്ന ഏലാമ്യർ ലാസ്റ്റ്, ദൈവം റീഗാദർ ചെയ്യുന്ന ഏലാമ്യർ അതിന് തൊട്ടു മുമ്പുള്ളത്, ദൈവം സ്കാറ്റർ ചെയ്യുന്ന ഏലാമിൻ്റെ ആളുകൾ അതിനു മുമ്പുള്ളത്, ഇനിയും ദൈവം ശിക്ഷിക്കുന്ന തകർത്തുകളയുന്ന ഏലാമിൻ്റെ പവർ. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഒന്നുകൂടെ ഞാൻ ഓർഡർ പറയാൻ പോവാണ്. ഒന്നാമത്തത് ഏലാമിൻ്റെ ദൈവം ഒടിച്ചു കളയുന്ന വില്ല്. 2 ദൈവം ശിക്ഷിക്കുന്ന ജനം. 3 ദൈവം ലോകത്തിൻ്റെ 4 ഭാഗത്തേക്കും ചിതറിച്ച് കളയുന്നവർ. അവരെത്താത്ത ഒരിടവും ഭൂമിയിലുണ്ടാകത്തില്ല. അടുത്തത് ദൈവം അവരെ റീഗാദർ ചെയ്യും, അവിടെ തിരിച്ചു കൊണ്ടുവരും. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ദി അസിമിലേഷൻ ഓഫ് ഏലാം. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, വീണ്ടും യോജിപ്പിക്കുക. അതിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. These are the 4 things, or I should say even 5 things, that are going to happen in history. Already started only a little bit. ഒരു ശക്കലം തുടങ്ങിയതേ ഉള്ളൂ. only a very little bit തുടങ്ങിയതേ ഉള്ളൂ. And that's how it is going to end. ഞാൻ ഫർദർ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് മുൻപ് ഇച്ചിരൂടെ ഒരു കൺക്ലൂഷൻ തരാൻ പറയുമ്പോൾ, കൺക്ലൂഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് if I happen to become too tired and not able to complete, you should go with an idea of conclusion.
ഒന്നാമത്തെ കാര്യം കേട്ടോണം. ദ ലാസ്റ്റ് തിങ്ങിൽ നമുക്ക് കടക്കാൻ പോവാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളുമായി ഈ ഭൂമിയിൽ വന്ന് ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ദൂതന്മാരെ വിട്ടിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേലിനെ തിരിച്ച് ഇസ്രയേൽ ദേശത്ത് കൊണ്ടുവന്നതുപോലെ ഏലാമ്യരെ തമ്മിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇറാനികളെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നും തിരിച്ച് അവിടെ അവരുടെ ദേശത്ത് കൊണ്ടുവരും. എവിടെ കൊണ്ടുവരും? ഇറാനിൽ കൊണ്ടുവരും. അതിനു മുമ്പ് എന്തോ സംഭവിച്ചിരിക്കും? ദൈവം അവരെ ലോകം മുഴുവൻ ചിതറിക്കും. ദൈവം അവരെ ലോകം മുഴുവൻ ചിതറിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ആബ്സല്യൂട്ട്ലി യെസ്. എന്തോ നിങ്ങൾ ഓരോ ദിവസം വാർത്ത വായിക്കുന്നത്? കൈ കിട്ടിയതും ബാക്കി ജീവനും എടുത്തുകൊണ്ട് ടെഹ്റാനിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു പോകുന്നു. എങ്ങോട്ട് പുറപ്പെട്ടു പോകുന്നു? എങ്ങോട്ടാ റോഡ് കാണുന്നത് അങ്ങോട്ടങ്ങ് പോവുക. പ്രത്യേകിച്ച് ഒരു പിടിയുമില്ല, അങ്ങോട്ടങ്ങ് പോവുക. എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ കാരണം? അവരുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നു. എന്തുകൊണ്ടാണ് അവരുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നത്? എന്ത് ചെയ്യുന്നറിയാമോ? അവർ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ അവർക്ക് ശത്രുക്കളായി. അല്ലെങ്കിൽ അവർ അവരെ ശത്രുക്കളാക്കി. എന്തുകൊണ്ട് അവരവരെ ശത്രുക്കളാക്കി? ലുക്ക്, ഐ ടെൽ യു വൺ തിങ്. Iran and what Iran is doing now is not something that is originated in its mindset. ഇറാന്റെ ഭരണാധികാരികളുടെ മൈൻഡ് സെറ്റിൽ ഒറിജിനേറ്റ് ചെയ്ത് എന്തെങ്കിലും അല്ല അവർ ഈ ചെയ്യുന്നത്. മറിച്ച് എന്താ ചെയ്യുന്നത്? All these things have been orchestrated by God in heaven. സ്വർഗസ്ഥനായ ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അവരറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും കരുക്കൾ മാത്രമാണ് ഇറാൻ. ദേ ആർ ജസ്റ്റ് ദ കീസ്. കേട്ടോ, ഈ ചതുരംഗത്തിലെ വെറും കീ ആണ് അവരുടെ ഡെസിഷൻ അല്ല ഒന്നും. ബിക്കോസ് ദീസ് ആർ ഓൾ തിങ്സ് ബീങ് orchestrated by God in heaven. That's the next thing you should understand. And then their power is shattered. And ശ്രദ്ധിച്ചോണം, ആ ഷാറ്ററിങ്ങിൻ്റെ ഒരു ചെറിയ അധ്യായമേ തുടങ്ങിയുള്ളൂ. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞു, നമുക്ക് ക്ലോസ് ചെയ്തിട്ട് അടുത്ത അധ്യായം വായിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട കുറച്ച് ദിവസം എടുക്കാം. അങ്ങനെയല്ലേ തങ്കമ്പാൻ വർഗീസ് ബ്രദറെ? ഒന്നാം അധ്യായം വായിച്ച ഉടനെ രണ്ടാം അധ്യായം വായിക്കണമെന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാം അധ്യായം ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ചു. മുഖവരെ ഒന്നാം അധ്യായം ഞാനിപ്പോൾ ആദ്യം പറയാം. മുഖവര ഇസ്രയേൽ അങ്ങോട്ട് പോയി കയറി അവൻ്റെ പ്രഭുക്കന്മാരെയും അവൻ്റെ ശ്രേഷ്ഠന്മാരെയും അവൻ്റെ മിടുക്കന്മാരെയും അവൻ്റെ വലിയ വലിയ കക്ഷികളെ മുഴുവനും അങ്ങ് തീർത്തു. അതിന് നമുക്ക് എന്ത് പറയാം? പുസ്തകത്തിൻ്റെ മുഖവര എന്ന് പറയാം. പുസ്തകത്തിൻ്റെ അധ്യായം 1. അമേരിക്ക അങ്ങോട്ട് ചെന്ന് അവരുടെ സ്റ്റെൽത്ത് ഫ്ലൈറ്റ് അങ്ങോട്ട് അയച്ചിട്ട് ഇപ്പം ഭൂമിക്കടിയിൽ കൊണ്ട് പണിതി വെച്ചിരുന്ന ഇവൻ്റെ ആണയ നിലയവും കുന്തറാണ്ടും മുഴുവൻ തകർത്ത് ചാരമാക്കിയിട്ട് ഇല്ലാതാക്കിയിട്ട് തിരിച്ചു പോയിട്ട് എന്ന് പറഞ്ഞു? യുദ്ധം അവസാനിച്ചിരിക്കുന്നു പറഞ്ഞു അല്ലേ? അപ്പോൾ കേട്ടവരെല്ലാം വിചാരിച്ചെന്താണ്? ഇസ്രയേൽ ഇറാൻ പ്രശ്നം അതോടെ അവസാനിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവർക്ക് എന്താ മനസ്സിലാകാം? അല്ല, അധ്യായം 1
അവസാനിച്ചിട്ടേ ഉള്ളൂ. അനുസാരം ശ്രദ്ധിച്ച് കേട്ടോ, അധ്യായം 1 അവസാനിച്ചിട്ടേ ഉള്ളൂ. ഇനി എത്ര അധ്യായം കൂടെ ബാക്കി വായിക്കാനുണ്ട്? ഇനി 4 അധ്യായം കൂടെ ബാക്കി വായിക്കാനുണ്ട്. എത്ര അധ്യായം കൂടെ വായിക്കാനുണ്ട്? 4 അധ്യായം കൂടെ ബാക്കി വായിക്കാനുണ്ട്. ആ 4 അധ്യായം എവിടെ കിടക്കുന്നു? ഞാൻ മുമ്പേ പറഞ്ഞ യിരെമ്യാ പ്രവചനത്തിൻ്റെ ഒരു വാക്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തീർന്നില്ല. അതുമുതൽ യിരെമ്യാവ്, യെശയ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശയ, സെഖര്യാവ്, ദെൻ ലാസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു? വെളിപ്പാട് ദിവസം വന്നു കഴിഞ്ഞു. നമ്മൾ വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിച്ച വാക്യങ്ങൾ വരുമ്പോൾ, 15 മുതൽ വായിച്ച വാക്യങ്ങൾ വരുമ്പോൾ, ഈ യിരെമ്യാ പ്രവചനം 49-ൻ്റെ 34 മുതൽ 39 വരെ ഞാൻ വായിച്ചതായ ഏലാമിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഒരേക്കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇറാൻ്റെ ഭാവി എന്ന് പറയുന്ന ആ 5 ചാപ്റ്ററുള്ള പുസ്തകം വായിച്ച് നമ്മൾ തീർന്നു കഴിയും. ഓക്കെ, നൗ മൈ ടൈം ഈസ് റണ്ണിങ് അപ്പ് ആൻഡ് മൈ ത്രോട്ട് ഈസ് ഗെറ്റിംഗ് ബ്രോക്കൺ. സോ ഞാനൊരു കൺക്ലൂഷൻ പറഞ്ഞിവിടെ നിർത്തുകയാണ്. കൺക്ലൂഷൻ എന്നറിയാമോ? കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ: God is always a God of justice. ദൈവം നീതി വിട്ടൊന്നും ന്യായം വിട്ടൊന്നും ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇസ്രയേലിനും തൻ്റെ ജനമായ ദൈവസഭയ്ക്കും സ്വർഗസ്ഥനായ ദൈവത്തെ അറിയുന്നതിന് എത്രമാത്രം അവസരം ദൈവം കൊടുത്തോ അത്രയും തന്നെ അവസരം ആർക്കും കൊടുത്തു? ദൈവം തൻ്റെ ക്രോധത്തിൻ്റെ കലശം ചൊരിയുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഏലാമിന്, അല്ലെങ്കിൽ ഇറാനും കൊടുത്തിട്ടുണ്ട്. They can choose. എന്ത് ചൂസ് ചെയ്യാം? ഇസ്രായേലിൻ്റെ ദൈവമായ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ തിരഞ്ഞെടുക്കാം, അല്ല എന്ത് തിരഞ്ഞെടുക്കാം? ആ ദൈവത്തിൻ്റെ ജനത്തെ കൊന്നൊടുക്കുന്ന ആ പൈശാചിക ശക്തിയെ ദൈവമായിട്ട് കൊണ്ടു നടക്കണോ? അതും അവർക്ക് തിരഞ്ഞെടുക്കാം. അപ്പം അവർക്ക് നാശം ഭവിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് അവരോട് വിരോധം ഉണ്ടായിട്ടല്ല, ദൈവം ഏകപക്ഷീയമായി ചെയ്യുന്നതുകൊണ്ടോ ദൈവത്തിൻ്റെ കയ്യിൽ മുഖപക്ഷമുള്ളത് കൊണ്ടോ അല്ല. പിന്നെ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവരുടെ മേൽ അവർ വിളിച്ചു വരുത്തിയ അനർത്ഥമാണ്. ശ്രദ്ധിച്ചോണം, അനർത്ഥം അവർ വിളിച്ചു വരുത്തിയതാണ്, ദൈവം അടിച്ചേൽപ്പിച്ച അനർത്ഥമല്ല. എല്ലാ അനർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആളുകൾ വിളിച്ചു വരുത്തിയ അനർത്ഥമാണ്, പിന്നെ എന്തല്ല, ദൈവം അടിച്ചേൽപ്പിച്ച അനർത്ഥമല്ല. അപ്പോൾ ഇനി ഒരു ചോദ്യമുണ്ട്. എനിക്കൊരു 100 ചോദ്യങ്ങൾക്ക് ആ മറുപടി വരണമെന്നുള്ള ആഗ്രഹമില്ല. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന മുമ്പ് തന്നെ വിൽസൺ പാസ്റ്റർ എന്നെ ഇങ്ങനെ നോക്കുക. പിന്നെ പാസ്റ്റർക്ക് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും മതി, ആളുകൾക്ക് നിർത്തിയിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. എന്നാൽ വിൽസങ്ങളുടെ ഒരു പാസ്റ്റർ ഇങ്ങനെ പറയുന്നത്, പാസ്റ്റർ ചിരി കാണുമ്പോഴേ എനിക്കറിയാം നമ്മൾ കുറച്ച് ദിവസം ആയില്ലേ പാസ്റ്റർ പരിചയപ്പെട്ടല്ലേ. ഓക്കെ, ലെറ്റ്സ് കം ടു ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഒരു തലമുറ വരാൻ പോവുക. ആ തലമുറ ആരായിരിക്കും അറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോണം. 1, ഇന്ന് സ്വർഗസ്ഥനായ ദൈവത്തെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തന്നെ ആരാധിക്കുന്ന ഒരു വലിയ ജനം ഇറാനിലുണ്ട്. അവർക്കെന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ അനർത്ഥമൊക്കെ വരുന്നതിന് മുൻപ് ഇവിടേക്ക് കയറി വരിക എന്നൊരു കാഹളനാദത്തെങ്കിൽ അവരങ്ങെടുക്കപ്പെടും. 2, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഈ തലമുറ ദൈവക്രോധത്തിൻ്റെ തീയിൽ തകർന്നു പോകും. 3, അവരുടെ ഒരു മക്കളുണ്ട്, അവർ പ്രവാസത്തിൽ പോകും, പിടിക്കപ്പെട്ടു. ഇതെല്ലാം നമ്മുടെ റെഫറൻസിലുള്ള കേട്ടോ. അവർ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടു പോകും. അവർ പ്രവാസികളായ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോകുമെന്ന് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു. ആ പ്രവാസത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ നെഞ്ചത്തടിച്ച് ദൈവത്തോട് കരയും. ഞങ്ങളുടെ അപ്പന്മാർ ഏതു മുതൽ തൻ്റെ ഹെലികോപ്റ്റർ തകർന്നു പോയ ഇബ്രാഹിം റൈസി മുതൽ
ഇപ്പം എലിപ്പനത്തിൽ നിന്ന് എലിപ്പനത്തിലേക്ക് യാത്ര നടത്തുന്നതായ മറ്റേ അയത്തുള്ള എലി കൊമനി തുടങ്ങി ഉള്ള ഓരോരുത്തന്മാർ അങ്ങേക്ക് വിരോധമായിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് അനർത്ഥം സംഭവിച്ചു. പക്ഷെ ഞങ്ങളൊന്നും ചെയ്തില്ല. വി ആർ ഇന്നസെന്റ്. ഇതിലൊന്നും ഞങ്ങളുടെ കയ്യില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചതാ. പിതാക്കന്മാർ പച്ചമുങ്കി തിരിഞ്ഞാ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ എന്ന് അങ്ങയുടെ വചനത്തിലുണ്ടല്ലോ. ദൈവം എന്താ പറയുന്നത്? ഞാൻ മഹാകരുണയോടെ ഏലാമിലേക്ക് തിരിയും. എൻ്റെ ജനമല്ലാത്തവരെ ഞാൻ എൻ്റെ ജനം എന്ന് വിളിച്ചിട്ട് എൻ്റെ അവകാശമായ ഇസ്രയേലും എൻ്റെ ജനമായ അശൂരും, എൻ്റെ അവകാശമായ ഇസ്രയേലും എൻ്റെ ജനമായ അശൂരും ഒരു ജനമായി ഞാൻ അവരെ മാറ്റും. വാട്ട് എ ബ്ലെസ്സഡ് ഹോപ്പ്, വാട്ട് എ ബ്ലെസ്സഡ് ഹോപ്പ്. പറയല. ഞാൻ എൻ്റെ ഇന്നത്തെ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഈ ടോക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വെൽ, if the Lord tempts me, I will continue it. Otherwise, we will come back to continuing our study of the book of Revelation, chapter 7 and then to 8. May the Lord bless all of you abundantly, exceedingly. Praise the Lord, Pastor. Yes. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്, വളരെ ഭംഗിയായി അതിന്റെ മർമ്മം പറഞ്ഞു തന്നു. ഇനിയും ആദ്യമായി പറയുന്നു, ഇനിയും ഇത് അടുത്ത ആഴ്ച കൂടെ എടുത്താലേ ഇതിന്റെ കറക്റ്റുള്ള ഒരു എവിഡൻസ് കിട്ടുകയുള്ളൂ. അതൊന്ന്. അതിന്റെ ക്വസ്റ്റ്യൻ, ഏലാം വിശ്വാസികളെ ദൈവം ചിതറിക്കും, അത് കഴിഞ്ഞ് കൂട്ടിവരുത്തും അവരെ പല സ്ഥലങ്ങളിലും. ഈ കൂട്ടിവരുത്തുന്നത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണോ അതോ സഭ എടുക്കുന്നതിന് മുമ്പാണോ? ഈ റീ ഗാദറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ വന്ന് കർത്താവായിട്ട് തിരിച്ചു വന്ന് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി തിരിച്ചു വരുന്നതും അതിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ ആമുഖമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നാണിത്. പിന്നെ ഈ ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് ഐ എം എ മാൻ അണ്ടർ അതോറിറ്റി. ഞാൻ അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാകുന്നു. അപ്പം അത് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യം. എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി വിൽസൺ പാസ്റ്റർ ആണ് ഇത് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. പാസ്റ്റർ ആലോചിച്ചിട്ട് മറുപടി പറയും. ഇല്ലേ പാസ്റ്ററെ? അതെ, നമുക്ക് ചിന്തിച്ചിട്ട് പറയാം. ഓക്കെ. പാസ്റ്റർ KT ജോസഫ്, താങ്ക് യു. താങ്ക് യു ജോൺ പോൾ പാസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പിന്നെ കേൾക്കാം. പക്ഷേ ഈ അപ്പന്മാര് മുന്തിരി തിന്നാല് മക്കളുടെ പല്ല് പുളിക്കയില്ല എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ എന്റെ പൂർവികന്മാര് ഒരു 500 കൊല്ലം മുമ്പ് ഭയങ്കര നരബലിയും കൊലയെല്ലാം നടത്തി അത് അങ്ങനെ ഒത്തിരി പാപങ്ങൾ ചെയ്തത്. ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാല് ആ ശാപങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? മുറിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു 2-3 ലക്ഷം രൂപ കൊണ്ട് ബാംഗ്ലൂർ വരെ പോകണം. അവിടെ പോയ ഒരു എക്സ്പേർട്ട് ഉണ്ട്, ആ പുള്ളി മുറിച്ചു തരും. ഇപ്പൊ അമേരിക്കയിലാ പുള്ളി. ഇപ്പൊ പുള്ളി അമേരിക്കയിലില്ല, അവിടെ എങ്ങാണ് പോയി മുറിക്കുക നല്ലത്. എൻ്റെ പാസ്റ്ററെ, ക്രൂശിൽ ചുമന്നത് പാപവും ശാപവുമാണ്. ക്രൂശിന്റെ ചുവട്ടിൽ വന്ന ആ സെക്കൻഡിൽ, സ്പ്ലിറ്റ് സെക്കൻഡിൽ കഴിഞ്ഞ കാലത്തിൻ്റെ സകല പാപവും ശാപവും അതിൻ്റെ ശിക്ഷയും തീർന്നുപോയി. വീണ്ടും ശാപം നിന്നിൽ ബാക്കി കിടക്കുമെന്ന് പറയുന്ന അടി യുഗത്തിൻ്റെ അകത്ത് നിന്നെ തിരിച്ചു കൊണ്ടുവന്ന സാത്താൻ്റെ പരിപാടിയാണ്. നെവർ ബിലീവ് ഇറ്റ്, നെവർ എവർ. പൂർണ്ണമായി വിടുവിക്കുവാൻ ശക്തനാണ്. അതാ യേശുക്രിസ്തുവിൻ്റെ യാഗം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ. അല്ല കുറച്ച് ശാപം ബാക്കി കിടക്കും. നിൻ്റെ അപ്പൻ പണ്ട് ഒരു കാളെ തല്ലിക്കൊന്നായുണ്ട്. ആ കാളക്കുട്ടിയുടെ കരച്ചിൽ കാണുന്നതാണ് നിൻ്റെ പിള്ളേരെല്ലാം ഇങ്ങനെ വികലാംഗരായി ജനിക്കുന്നത്. എവിടുത്തെ തിയറിയാപ്പ ഇത്? ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. നോ പ്രോബ്ലം, യു ആർ വെൽക്കം. ഞാൻ പാസ്റ്റർ സജീവ് വാഗീസ്, കേരള. പ്രിയ പാസ്റ്ററെ,
സ്തോത്രം. ഞാൻ പാസ്റ്ററോട് വളരെ ഹമ്പിൾ റിക്വസ്റ്റ്, ഇത് ബാക്കിയും കൂടെ പറഞ്ഞു തരണം. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുകയും ചിന്തിക്കുകയും ചെയ്യല്ലേ. അങ്ങനെ ഒന്നും പറയുന്നില്ല ഇവിടെ. പറഞ്ഞില്ലേ, ഐ മീൻ മാൻ അണ്ടർ അതോറിറ്റി. തീർച്ചയായിട്ടും ഇത്രയും കാലവും പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എല്ലാം പാസ്റ്റർ വിൽസങ്ങോട് മാനിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രോഗ്രാമാണ്. ഓരോ അദ്ദേഹം നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടം വരെ എത്തിയത്. സോ ഐ തിങ്ക് ദർ ഇസ് എ പോസിബിലിറ്റി. യെസ്, ലെറ്റ്സ് ഗോ ഫോർവേഡ്. താങ്ക് യു പാസ്റ്ററെ. ഇനി അടുത്ത ആരാ? സാനുമതി ആൻഡ് ഓക്കെ, സിസ്റ്റർ സാനുമതി ചോദിച്ചാട്ടോ. പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചോദ്യം, ഇറാനിലെ ഈ ഹാമാൻ പണ്ടൊരു കഴുമരം ഉണ്ടാക്കിയത് മാതിരി ഒരു ക്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു എന്ന് വാർത്തയിൽ കാണുന്നു. ഒരു ക്ലോക്ക്, ഇസ്രായേലിന്റെ നാശം ഇന്ന നാളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞൊരു ക്ലോക്ക്. അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അതിനെ നശിപ്പിച്ചു എന്നാ കേട്ടത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഓക്കെ, എനിക്കറിയാൻ പറ്റുന്ന കാര്യത്തെ പറ്റി ഞാൻ എന്താ പറയേണ്ടത്? നോ ഐഡിയ. ഓക്കെ, പാസ്റ്റർ ജോൺ വർഗീസ്. പ്ലീസ്. യെസ്, പാസ്റ്റർ ജോൺ വർഗീസ്. സാറ് ന്യായവിധി കുറ്റി 4 കാറ്റുകൾ ന്യായവിധി കൊണ്ടുവരുന്നെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ എസെക്കിയേൽ, അത് പ്രവചന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന്. അപ്പോൾ തന്നെ എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ നമ്മള് പറഞ്ഞിരിക്കുന്ന 9-ാം വാക്യത്തിൽ നമ്മളെ 4 കാറ്റുകൾ കർത്താവിന്റെ ശ്വാസം കൊണ്ടുവരുന്നില്ലേ, ഇസ്രായേൽ ജനം ജീവിക്കുന്നതിന് വേണ്ടി. എന്റെ അവിടെ ആ 4 കാറ്റുകൾ. ഇതെന്തോ ഇപ്പൊ ചക്കെന്ന് പറയുമ്പോ കൊക്കെന്നാണോ തിരിയുന്നത്? അത് ഏത് കാറ്റാ? ഇന്ന കാറ്റാന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ലയോ? അതെ, ശ്വാസം. അത് ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ജീവനായിട്ട് ഊതാൻ വരുത്തിയ കാറ്റല്ലയോ? ഇത് ന്യായവിധിയുടെ കാറ്റാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നോ പ്രോബ്ലം.